തിരുവചനവർഷം തിരുവചനവർഷം വചനവർഷം തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ തിരുവചനവർഷം നിന്നിൽ വസിച്ചിടാൻ വചനമാരി പൊഴിക്കണേ ദൈവമേ, തിരുവചനമാക്കി തീർക്കണേ എന്നെ. പ്രിയപ്പെട്ടവരെ, സുവിശേഷങ്ങളിലെ ദുർഗ്രഹ വചനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 3 വചനങ്ങളാണ് ഇന്ന് നാം കാണാൻ പരിശ്രമിക്കുക. ഒന്നാമത്തേത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വചനം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. രണ്ടാമതായി നമ്മൾ കാണുക വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായം 5-ാം വചനത്തിൽ ഇങ്ങനെ പറയുന്നു: ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് എന്ന് പറയുന്നു. ഈ 3 വചനങ്ങളാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഇന്ന് നാം മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നത്. ഒന്നാമതായിട്ട്, ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വചനം. അവിടെ നമ്മൾ കാണുന്നുണ്ട്, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ബൈബിളിൽ ദൈവത്തെ ദർശിക്കുന്ന വ്യക്തികളെക്കുറിച്ച് പലയിടങ്ങളിലും നാം വായിക്കുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ മോശ ദൈവത്തോട് അങ്ങയുടെ മഹത്വം എനിക്ക് കാണിച്ചു തരണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, എൻ്റെ മഹത്വം നിന്റെ മുൻപിലൂടെ കടന്നു പോകും. അവിടുന്ന് തുടർന്ന് പറഞ്ഞു, നീ എൻ്റെ മുഖം കണ്ടുകൂടാ, എന്തെന്നാൽ എന്നെ കാണുന്ന ഒരു മനുഷ്യനും ജീവനോടെ ഇരിക്കുകയില്ല. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 34-ാം അധ്യായം 5-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന്. ഇത് ദൈവത്തിൻ്റെ ദർശനത്തെക്കുറിച്ചാണ്, ദൈവത്തെ കാണുന്നതിനെക്കുറിച്ചാണ് പറയുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ യെശയ്യായ്ക്ക് സ്വർഗത്തെക്കുറിച്ചുണ്ടായ ദർശനം നമ്മൾ 1 മുതൽ ഉള്ള വചനങ്ങളിൽ വായിക്കുന്നു. അവിടെ കാണുന്നുണ്ട്, കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് യെശയ്യാ കണ്ടു എന്ന്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വചനത്തിലും എസെക്കിയേലിനുണ്ടായ ദൈവ ദർശനത്തെക്കുറിച്ച് നാം കാണുന്നു. അവിടെ കർത്താവിൻ്റെ കരം അവൻ്റെ മേലുണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. അവിടുന്ന് മാത്രമാണ് മരണമില്ലാത്തവൻ, അപ്രാപ്യമായ പ്രകാശത്തിൽ വസിക്കുന്ന അവിടുത്തെ ഒരുവനും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. തിമോത്തിയോസിന് പൗലോസ്ലീഹ എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 16-ാം വചനത്തിൽ നമ്മൾ കാണുന്നതാണ്. യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാം വചനത്തിൽ പറയുന്നു, ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും, അവിടുത്തെ സ്നേഹം നമ്മൾ പൂർണ്ണമാവുകയും ചെയ്യും. യഹൂദരുടെ വിശ്വാസം അനുസരിച്ച് ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. ദൈവത്തെ നേരിൽ കാണുന്നവർ ജീവിച്ചിരിക്കുകയില്ല എന്ന വിശ്വാസം അവർക്ക് ഇടയിലുണ്ടായിരുന്നു. അതാണ് നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ കാണുക. അതുകൊണ്ടാണ് കർത്താവ് സീനായി മലയിൽ ഇസ്രായേൽ ജനം മുഴുവൻ കാണുക ഇറങ്ങി വരുമെന്ന് പറഞ്ഞെങ്കിലും അഗ്നിയുടെയും മേഘത്തിൻ്റെയും രൂപത്തിൽ അവിടുന്ന് ഇറങ്ങി വന്നത്. പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുന്നുണ്ട്, 3-ാം ദിവസം ജനം മുഴുവൻ കാണുക കർത്താവ് സീനായി മലയിൽ ഇറങ്ങി വരും. 16-ാമത്തെ വചനത്തിൽ പറയുന്നു, 3-ാം ദിവസം പ്രഭാതത്തിൽ ഇടിമുഴക്കവും മിന്നൽപ്പിണരും ഉണ്ടായി, മുകളിൽ കനത്ത മേഘം പ്രത്യക്ഷപ്പെട്ടു, കാഹളധ്വനി അത്യുച്ചത്തിൽ മുഴങ്ങി, പാളയത്തിലുണ്ടായിരുന്ന ജനമെല്ലാം ഭയന്ന് വിറച്ചു. കർത്താവിനെ കാണാൻ മലയുടെ അടുത്ത് വരരുത് എന്ന് ദൈവം ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു. അത് ലംഘിച്ചവർക്ക് ശിക്ഷ ലഭിക്കുകയും ചെയ്തു. അവരിൽ അനേകം പേർ കർത്താവിനെ കാണുന്നതിന് അതിർത്തി ലംഘിച്ച് അടുത്തു വരികയും തൽഫലമായി അവർ മരിക്കുകയും ചെയ്തു എന്ന് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇസ്രായേൽ സമൂഹത്തിൽ ചിലർക്ക് എന്നാൽ ദൈവം തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. മോശയുടെ നേതൃത്വത്തിലുള്ള ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ 70 പേര് മലമുകളിലേക്ക് കയറിപ്പോയി.
അവർ ഇസ്രായേലിന് ദൈവത്തെ കണ്ടു. അനന്തരം അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തു എന്ന് പുറപ്പാട് 24:10-11 നമ്മൾ വായിക്കുന്നു. കർത്താവ് മേഘത്തിൽ ഇറങ്ങി വന്ന് മോശയുടെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു. ദൈവവുമായി സംസാരിച്ച മോശയുടെ മുഖം തേജോമയമായി തീർന്നപ്പോൾ മോശയുടെ അടുത്ത് വരാൻ ജനം ഭയപ്പെട്ടു. ഇങ്ങനെയെല്ലാം നമ്മൾ പഴയ നിയമത്തിൽ പലയിടങ്ങളിലും കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് യോഹന്നാൻ ശ്ലീഹ പറയുമ്പോൾ എന്താണത് അർത്ഥമാക്കുക? കണ്ണുകൾ കൊണ്ടുള്ള കാഴ്ചയല്ല അത് ഉദ്ദേശിക്കുന്നത്. ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയെയാണ് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുക. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് സുവിശേഷ ഭാഗ്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുക മനുഷ്യന് സാധ്യമല്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തെ വെളിപ്പെടുത്താൻ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന യേശുവാണ് യഥാർത്ഥത്തിൽ പിതാവിനെ വെളിപ്പെടുത്തിയത്. യേശു വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ ഭാവം എന്നത് സ്നേഹമാണ്. അത് യോഹന്നാൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 9-ാം വചനത്തിൽ നമ്മൾ കാണുന്നു. ദൈവസ്നേഹത്തിൻ്റെ പൂർത്തീകരണം കുരിശിലാണ് നമുക്ക് പ്രത്യക്ഷമാവുക. യേശുക്രിസ്തുവിൽ നമുക്ക് ദൈവത്തെ കാണാനും കേൾക്കാനും സ്പർശിക്കാനും സാധിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പഠിപ്പിക്കുക: യേശുവിൽ നാം ദൈവത്തിൻ്റെ മനുഷ്യ മുഖം കാണുന്നു എന്ന്. ഇൻ ജീസസ് വി സീ ദ ഹ്യൂമൻ ഫേസ് ഓഫ് ഗോഡ്. ഇത് കൂടുതൽ വ്യക്തമാവുക യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 9-ാം വചനത്തിലാണ്. ഈശോ പറയുന്നുണ്ട്, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു എന്ന്. ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ഒന്നാണ്. എന്നാൽ ഒരു മനുഷ്യനും ഈ പൂർണ്ണമായ അറിവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല എന്ന് കൊറിന്തോസുകാർക്കുള്ള 1-ാം ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. പിതാവുമായി ഐക്യപ്പെട്ടിരിക്കുന്ന ദൈവം തന്നെയായ യേശുക്രിസ്തുവാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ വെളിപ്പെടുത്തുക. ദൈവത്തെ കാണുന്നത് ഭൗതിക ദർശനം അല്ല, ആത്മീയ ഗ്രാഹ്യമാണ് എന്ന് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ ആന്തരികവും ആത്മീയവുമാണ്. ദൈവത്തിൻ്റെ വാക്കുകൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവിക സാന്നിധ്യം എന്നിവയിലൂടെ നമ്മുടെ ഗ്രാഹ്യത്താൽ ദൈവത്തെ കാണാൻ അവൻ നമ്മെ അനുവദിക്കുന്നു. പുത്രൻ മാത്രമാണ് പിതാവിൻ്റെ സത്ത വെളിപ്പെടുത്തുന്നത് എന്നാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം നമ്മളെ പഠിപ്പിക്കുന്നത്. പുത്രൻ്റെ മനുഷ്യാവതാരത്തിലൂടെയാണ് പിതാവിനെ ലോകത്തിന് വെളിപ്പെടുന്നത്. ഗാഢബന്ധം പുലർത്തുന്ന പുത്രൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുക ആഴമായ തീവ്രമായ സ്നേഹത്തിൻ്റെയും മനസ്സിലാക്കലിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ ഒരു ബന്ധത്തെ തന്നെയാണ്. ദൈവം എന്ന നിലയിൽ പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തുന്നതിനായി പുത്രൻ സ്വയം മനുഷ്യനായി തീർന്നു എന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു. നമ്മൾ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭ ഭാഗത്തിലുള്ള ആ ഇൻട്രൊഡക്ഷനിലാണ്, പ്രൊലോഗിലാണ് ഈ ഒരു വചനം വായിക്കുന്നതും. പുത്രൻ്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ പറയുന്നതിൻ്റെ അവസാനത്തിലാണ് ഇപ്രകാരം പറയുക: ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്നുള്ളത്. ഇത് ദൈവം എന്ന നിലയിലുള്ള പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പുത്രൻ മനുഷ്യാവതാരം ചെയ്തതിനെ തന്നെയാണ് സൂചിപ്പിക്കുക. മനുഷ്യ ചരിത്രത്തിലേക്ക് മനുഷ്യാവതാരത്തിലൂടെ ദൈവം പ്രവേശിച്ചതോടെ വെളിപ്പെടുത്തലിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു, അല്ലെങ്കിൽ വെളിപ്പെടുത്തലിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ കടന്നു. അലക്സാണ്ട്രിയയിലെ ഒരിജൻ പറയുക, പുത്രനിലൂടെ അല്ലാതെ ആർക്കും പിതാവിനെ അറിയാൻ കഴിയുകയില്ല. പിതാവിൻ്റെ വ്യാഖ്യാനം എന്നാണ് പുത്രനെ ഈ ഒരിജൻ വിളിക്കുക. കാരണം അവനാലും അവനിലും നാം ദൈവത്തെ വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ക്രിസ്തു പിതാവിൻ്റെ ദൈവീക വ്യാഖ്യാനമാണ്. അതുകൊണ്ട് ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ദൈവത്തെ വെളിപ്പെടുത്തുക ദൈവവുമായി ഒന്നായിരിക്കുന്ന യേശു ക്രിസ്തു തന്നെയാണ് എന്നത് വ്യക്തം. വിശുദ്ധ ബൈബിളിൽ ദൈവാനുഭവത്തിന് ആവശ്യമായ നമ്മുടെ അടിസ്ഥാന ഭാവം എന്നത് ഹൃദയ പരിശുദ്ധിയാണ്. പരിശുദ്ധനായ ദൈവത്തെ കാണാനും അറിയാനും അനുഭവിക്കാനും കഴിയണമെങ്കിൽ ഹൃദയ പരിശുദ്ധി നമുക്ക് അത്യന്താപേക്ഷിതമാണ്. രണ്ടാമത് നമ്മൾ കാണുന്ന വചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 5-ാമത്തെ വചനമാണ്.
അവിടെ നമ്മൾ കാണുക, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല എന്നുള്ളതാണ്. ഇതിൻ്റെ സാഹചര്യം ഇതാണ്. യേശു നിക്കോദേമോസ് എന്ന യഹൂദ പ്രമാണിയോട് പറയുന്ന വാക്കുകളാണ്. അയാൾ ഒരു രാത്രി യേശുവിൻ്റെ അടുത്ത് വന്നു. യേശു ദൈവത്തിൽ നിന്ന് വന്ന ഗുരുവാണെന്നും ദൈവം കൂടെയില്ലാതെ ഒരാൾക്കും ഇവയൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്നും പറയുന്നു. യേശു അയാളോട് മറുപടി പറഞ്ഞു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദേമോസ്, എങ്ങനെയാണ് ഒരാൾക്ക് വീണ്ടും ജനിക്കാൻ കഴിയുക എന്ന് ചോദിക്കുന്നു. വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു പറയുന്ന വാക്കുകളാണ്, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. വീണ്ടും ജനനം എന്ന വചനത്തിൻ്റെ അർത്ഥം എന്താണ്? ഇത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ചില ബൈബിൾ പണ്ഡിതർ രണ്ടാം ജനനത്തെ മാമോദിസ എന്ന കൂദാശയുമായി ബന്ധപ്പെടുത്തി കാണുന്നുണ്ട്. എന്നാൽ ജലത്താലും ആത്മാവിനാലുമുള്ള പുതിയ സൃഷ്ടിയെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലും അപ്രമാണിക ഗ്രന്ഥങ്ങളിലും ധാരാളം സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. അവയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കുമ്പോൾ പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകം 8-ാം അധ്യായം 7-ാം വചനത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, അവരെ ശുദ്ധീകരിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറയുന്നു. അശുദ്ധമായ വ്യക്തിയെയും വസ്തുവിനെയും ശുദ്ധജലം തളിച്ച് ശുദ്ധീകരണം നടത്തുന്ന രീതി യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്നു. പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കുക എന്ന് പറയുക. ശുദ്ധിയുള്ള ഒരാൾ ഹിസോപ്പ് എടുത്ത് ആ വെള്ളത്തിൽ മുക്കി കൂടാരം, ഉപകരണങ്ങൾ എന്നിവയുടെ മേലും അവിടെയുള്ള ആളുകൾ എല്ലാവരുടെയും മേലും തളിക്കണമെന്ന് സംഖ്യയുടെ പുസ്തകത്തിലെ 19-ാം അധ്യായം 18-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നു. കളങ്കമാക്കപ്പെട്ടവ ജലം തളിച്ച് ശുദ്ധീകരിക്കാം എന്ന ഒരു മതവിശ്വാസം യഹൂദരുടെ ഇടയിൽ നിലനിന്നിരുന്നു എന്നത് പഴയ നിയമത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. പ്രവാചക ഗ്രന്ഥങ്ങളിൽ ശുദ്ധീകരണത്തിൻ്റെ അടുത്ത പടിയായി ഇതിലൂടെ നവചൈതന്യം ലഭിക്കുന്നതിനെക്കുറിച്ചും മാലിന്യങ്ങളിൽ നിന്ന്, പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ 36-ാം അധ്യായം 25-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും. ഇസ്രായേൽ ജനതയെ ശുദ്ധജലം ഉപയോഗിച്ച് തളിച്ചും അവരുടെ മലിനതയും വിഗ്രഹങ്ങളും നീക്കം ചെയ്യുമെന്ന ദൈവത്തിൽ നിന്നുള്ള ഒരു പ്രവാചക വാഗ്ദാനമാണ് ഇത്. യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ എല്ലാ പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നതിൽ ഈ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം അടങ്ങിയിരിക്കുന്നു. ഈ വാക്യം കേവലം ആചാരപരമായ ഒരു കഴുകലിനപ്പുറം ദിവ്യവും ആന്തരികവുമായ ശുദ്ധീകരണത്തെ തന്നെയാണ് സൂചിപ്പിക്കുക. വിശ്വാസിയെ ഒരു പുതിയ ഹൃദയത്തിലേക്കും പുതിയ ആത്മാവിലേക്കും നയിക്കുന്ന ഒരു പ്രക്രിയയാണിത്. അവർക്ക് ഞാനൊരു പുതിയ ഹൃദയം നൽകും, ഒരു പുതു ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, ജലത്താലുള്ള ശുദ്ധീകരണം വഴി ലഭിക്കുന്ന ആത്മാവിൻ്റെ ചൈതന്യത്തെക്കുറിച്ച് പഴയ നിയമ ജനതയ്ക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിലൊന്നാമത് നമ്മൾ കാണുക ഈ ആചാരപരമായ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണത്തിനായി ന്യായപ്രമാണത്തിൽ ജലശുദ്ധീകരണം കൽപ്പിച്ചിട്ടുണ്ട്. നമ്മളത് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വചനങ്ങളിൽ അഹ്റോനും പുത്രന്മാരും ശുശ്രൂഷയ്ക്ക് മുമ്പ് കൈകാലുകൾ കഴുകട്ടെ എന്ന് പറയുന്നു. അതായത് പൗരോഹിത്യ ശുദ്ധിയെക്കുറിച്ചുള്ള ഒരു സൂചനയാണിത്. ഇത് ജലത്താലുള്ള ശുദ്ധീകരണമാണ് അർത്ഥമാക്കുക. പിന്നീട് നമ്മൾ ലേവ്യരുടെ പുസ്തകത്തിൽ 14-15 അധ്യായങ്ങളിലൊക്കെ കാണുന്നു അശുദ്ധിക്ക് ശേഷമുള്ള ഒരു ആചാരപരമായ ശുദ്ധീകരണത്തെക്കുറിച്ച്. രോഗത്തിനോ ശാരീരിക അശുദ്ധിക്കോ ശേഷമുള്ള ഒരു കഴുകലിനെ കുറിച്ചുള്ള വിവരണം അവിടെ നമ്മൾ കാണുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകത്തിൽ തന്നെ 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു പാപത്തിൽ നിന്ന് ഉള്ള ശുദ്ധീകരണത്തെക്കുറിച്ച്. ജലം ബാഹ്യ ശുദ്ധീകരണത്തെയും ദൈവത്തെ സമീപിക്കാൻ ഒരാളെ സന്നദ്ധനാക്കുന്നതിനെയും ഇവിടെ പ്രതീകപ്പെടുത്തുന്നുണ്ട്. ദൈവവചനവുമായി ബന്ധപ്പെട്ട കഴുകൽ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. വെള്ളം ബാഹ്യമായ കഴുകലിനെ മാത്രമല്ല, ആന്തരിക ശുദ്ധീകരണത്തെ തന്നെയാണ് സൂചിപ്പിക്കുക. സങ്കീർത്തനങ്ങൾ 51:2 നമ്മൾ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് എന്നെ നന്നായി കഴുകണമേ എന്ന്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36:25 ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങൾ ശുദ്ധരാകും എന്ന് നമ്മൾ വായിക്കുന്നു. യഥാർത്ഥ ശുദ്ധീകരണം ദൈവത്തിൽ നിന്നാണ്, ഹൃദയത്തിൻ്റെയും ആത്മാവിൻ്റെയും ശുദ്ധീകരണം. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സ്നാപക യോഹന്നാൻ
ഇസ്രായേലിനെ പാപങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണത്തിന് ക്ഷണിക്കുന്നത് നമ്മൾ സുവിശേഷങ്ങളിൽ കാണുന്നുണ്ട്. പാപമോചനത്തിനുള്ള അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. ജനങ്ങൾ അവൻ്റെ അടുത്തു വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് സ്നാനം സ്വീകരിച്ചു. ഇവിടെ കഴുകൽ അല്ലെങ്കിൽ ശുദ്ധീകരണം എന്നത് പാപത്തിൽ നിന്നുള്ള മോചനമാണ്. പൗലോസിന്റെ മാനസാന്തര വിവരണത്തിൽ അപ്പോസ്തല പ്രവർത്തനം 22-ാം അധ്യായം 16-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നു, ഇനി നീ എന്തിനു കാത്തിരിക്കുന്നു? എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക, അവൻ്റെ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക. ജീവജലത്തിന്റെ അരുവിയെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. 7-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്ന് പറയുന്നു. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായി തീരും എന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്നു. ദുഷ്ടമനസാക്ഷിയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണമെന്ന് ഹെബ്രായ ലേഖനം 10-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. യോഹന്നാന്റെ വെളിപാടിലും ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നത് സ്ഫടികം പോലെ തെളിഞ്ഞ ജീവജലത്തിൻ്റെ നദിയെക്കുറിച്ചുള്ള ഒരു പരാമർശം നമ്മൾ വായിക്കുന്നുണ്ട്. ഇങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം ജലം എന്നത് ഒരു ഇമേജറി ആയിട്ടാണ് ഉപയോഗിക്കുക. ആത്മാവിനെ കുറിച്ചുള്ള ധാരാളം പ്രതിപാദ്യങ്ങൾ പഴയ നിയമത്തിൽ പലയിടങ്ങളിലും നമുക്ക് കാണാം. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-29 വചനങ്ങളിലാണ് നമ്മൾ വായിക്കുക, അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, ആ നാളുകൾ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും എന്ന് പറയുന്നു. ആത്മാവ് സമൂലമായ ആന്തരിക പരിവർത്തനത്തെയാണ് സൂചിപ്പിക്കുക. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളെ എൻ്റെ കൽപ്പന കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം 26-27 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നതാണ്. ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള ഈശോയുടെ വാക്കുകൾക്ക് ഈ പഴയ നിയമ പ്രവചനവുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ആത്മാവ് ഇറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ, അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവനെന്ന് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ക്രിസ്തുവിലൂടെ നൽകപ്പെട്ട ആത്മാവിനെ സ്വീകരിക്കുകയും അവിടത്തേക്ക് പ്രീതികരമായ അനുതാപ ജീവിതം നയിക്കുകയും ചെയ്യുന്നവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും ജനനം സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നടക്കുന്ന ഒന്നല്ല, മറിച്ച് സ്നേഹത്തിൻ്റെ ഗർഭപാത്രമായ ഹൃദയത്തിൽ സംഭവിക്കേണ്ട ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. വിശ്വാസം സ്വീകരിച്ച യഹൂദരുടെ ഒരു പ്രതിനിധിയായാണ് നിക്കോദേമോസ് യോഹന്നാന്റെ സുവിശേഷത്തിൽ 3 ഇടങ്ങളിൽ നമ്മൾ കാണുക. രാത്രിയിൽ ഈശോയെ അന്വേഷിച്ച് വരുന്നവനായിട്ടാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. യഹൂദ പ്രമാണികളുടെ മധ്യേ ഈശോയ്ക്ക് വേണ്ടി വാദിക്കുന്നവനായി 7-ാം അധ്യായം 50-ാം വചനത്തിൽ നമ്മൾ കാണുന്നു. ഈശോയുടെ മൃതസംസ്കാര സമയത്ത് ഇടപെടുന്ന ഒരു വ്യക്തിയായി 19-ാം അധ്യായം 39-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. വിശ്വാസത്തിൽ പടിപടിയായി വളർന്ന ഒരു വ്യക്തിയാണ് നിക്കോദേമോസ്. വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞാൽ പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്കണം എന്നാണ് അർത്ഥം. ജീവിതത്തിൻ്റെ ആഭിമുഖ്യങ്ങളിൽ മാറ്റമുണ്ടാവണം. വിശ്വാസം ജീവിത ബന്ധിയായിരിക്കണം. വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മാനസാന്തരത്തിലൂടെ നമ്മിൽ യാഥാർത്ഥ്യമാകുന്ന വിശ്വാസ ജീവിതം ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. അതുകൊണ്ടാണ് ആത്മാവിലുള്ള വീണ്ടും ജനനം എന്നതിനെ വിശേഷിപ്പിക്കുക. നമ്മുടെ ബുദ്ധിയോ ശക്തിയോ ഒന്നുമല്ല വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്നത്. മാമോദീസായിലൂടെ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് ഈ പ്രവേശനം നമ്മിൽ സാധ്യമാക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരിക്കൽ തുടങ്ങി അവസാനിച്ചു പോകുന്നതല്ല, നിരന്തരമായി അവിടുന്ന് നമ്മിൽ പ്രവർത്തന നിരതനാണ്. ഈ പ്രവർത്തനത്തോട് വിധേയത്വമുള്ള ഒരു മനസ്സാണ് നമുക്ക് ആവശ്യമുള്ളത്. യേശുവിനെക്കുറിച്ചുള്ള അറിവ് ദൈവരാജ്യത്തോടുള്ള പ്രതിബദ്ധതയിൽ നമ്മെ വളർത്തും. ദൈവത്തിൻ്റെ ഹിതവും ദൈവം ഭരണം നടത്തുന്ന ഇടവുമാണല്ലോ സുവിശേഷങ്ങളിൽ ദൈവരാജ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുക.
പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുക ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ്. ഇതാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനനം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വചനത്തിൽ അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് എന്ന് നമ്മൾ വായിക്കുന്നു. സമറിയക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണ മധ്യേയാണ് യേശു യഥാർത്ഥ ആരാധന എന്താണെന്ന് വെളിപ്പെടുത്തുന്നത്. BC 721 ഇസ്രായേലിന്റെ തലസ്ഥാനമായിരുന്ന സമറിയ അസീറിയക്കാർ കീഴടക്കുകയും സമറിയക്കാരും അസീറിയക്കാരും തമ്മിൽ ഉള്ള ബന്ധത്തിൽ അവരെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി എന്ന് നമ്മൾ പഴയ നിയമ ചരിത്രത്തിൽ കാണുന്നതാണ്. അതുകൊണ്ട് യഹൂദർ സമറിയക്കാരെ തങ്ങളെക്കാൾ താഴ്ന്നവരായാണ് കരുതിയിരുന്നത്. അതുവഴി അവർ തമ്മിൽ പരസ്പര സമ്പർക്കം ഇല്ലാതായി. ഇത് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 17-ാം അധ്യായം 24 മുതൽ 41 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് യേശു സമറിയക്കാരി സ്ത്രീയെ കണ്ടുമുട്ടുക. സമറിയക്കാർക്ക് ജെറുസലേം ദേവാലയത്തിൽ പ്രവേശനമില്ലായിരുന്നു. വിജാതീയരായ അസീറിയക്കാരോട് കലർന്ന യഹൂദരാണ് യഥാർത്ഥത്തിൽ സമറിയക്കാർ. അതിനാൽ തന്നെ അവർക്ക് ജെറുസലേമിൽ ആരാധന സാധിക്കുമായിരുന്നില്ല. ആരാധിക്കാൻ ദൈവജനത്തിന് ഒരു ദേവാലയം ഉണ്ടാകുക എന്നത് ഏക ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമായുള്ള കൽപ്പനയാണ് പഴയ നിയമത്തിൽ. എന്നാൽ യഥാർത്ഥ ആരാധനാ സ്ഥലം ജെറുസലേം ആണെന്ന് യഹൂദരും ഗരീസിം മലയാണെന്ന് സമറിയക്കാരും വാദിച്ചിരുന്നു. മിശിഹ വരുമ്പോൾ ഇതിനൊരു ഉത്തരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സമറിയക്കാരി ഈശോയോട് ഈ യഥാർത്ഥ ആരാധനയെക്കുറിച്ച് സംസാരിക്കുക. അവിടെയാണ് ഈശോ പറയുക, ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു. എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ്. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അതിപ്പോൾ തന്നെയാണ്. അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ഇവിടെയാണ് യേശു പറയുക, ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ഈ മലയിലോ ജെറുസലേമിലോ അല്ല യഥാർത്ഥ ആരാധനാ സ്ഥലം എന്നും ഭൗതികത വിട്ട് ഉയർന്നവർക്കേ ദൈവത്തെ ആരാധിക്കാൻ കഴിയൂ എന്നും യേശു ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ആരാധനാ രീതി ഭൗതിക തലത്തിൽ നിൽക്കുന്നതായിരുന്നു. വാചിക പ്രാർത്ഥനകളും വിവിധ തരത്തിലുള്ള ബലികളുമൊക്കെ അടങ്ങിയതാണ് അവരുടെ ആരാധന. ഇത്തരം ബലികൾ പാപമോചനവും ദൈവമഹത്വവും നേടിത്തരുമെന്ന് അവരുടെ കൽപ്പനകളിലൂടെ അവർ വിശ്വസിച്ചിരുന്നു. ദൈവത്തെ അറിയുക എന്നതിലുപരി നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റുന്നതാണ് ആരാധനയെന്ന് യഹൂദർ വിശ്വസിച്ചു. അതുകൊണ്ടാണ് യേശു പറയുക, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു എന്ന്. യോഹന്നാന്റെ ദൈവശാസ്ത്രം അനുസരിച്ച് എന്താണ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്നതിൻ്റെ അർത്ഥം? ആത്മാവ് ക്രിസ്തുവിൻ്റെ ആത്മാവും സത്യം ക്രിസ്തുവിൽ വെളിപ്പെടുത്തപ്പെട്ട സത്യവുമാണ്. യേശു വെളിപ്പെടുത്തിയ സത്യത്തെ തിരിച്ചറിയുക ആന്തരികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഭൗതിക മനുഷ്യന് ദൈവവും സ്വർഗീയ തലങ്ങളുമായി പലപ്പോഴും ബന്ധമില്ല. യഥാർത്ഥ ആരാധനയിലാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള കണ്ടുമുട്ടൽ നടക്കുന്നത്. ദൈവകൃപയിലാണ് ഈ യഥാർത്ഥ ആരാധന സാധ്യമാവുക. ഇത് ഖുമ്രാൻ രേഖകളിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. ദൈവം തൻ്റെ സത്യം കൊണ്ട് മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളെയും ശുദ്ധമാക്കുകയും മനുഷ്യപ്രകൃതിയെ കഴുകി വെടിപ്പാക്കുകയും ചെയ്യും. അവിടുന്ന് അവനിലെ ദുഷ്ടാരൂപി നീക്കം ചെയ്യുകയും അവൻ്റെ പ്രവൃത്തികളെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കുകയും ചെയ്യും. അവിടുന്ന് സത്യത്തിന് ആത്മാവിനെ പനിനീർ ജലം പോലെ അവരിലേക്ക് വർഷിക്കും. അവിടുന്ന് സത്യത്തിൻ്റെ ആത്മാവിനെ പനിനീർ ജലം പോലെ അവരിലേക്ക് വർഷിക്കും. യേശുവിലുള്ള വിശ്വാസവും സമർപ്പണവുമാണ് യഥാർത്ഥ ആരാധനയുടെ കാതൽ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാൻ ആദ്യം നാം ദൈവാത്മാവിനാൽ നിറയണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതുവഴി നമ്മൾ ദൈവമക്കളായി തീരുന്നു. ആരാധന ക്രിസ്തുവിലൂടെ പിതാവിങ്കിലേക്ക് ഉയരുന്ന ഒരു അനുഭവമാണ്. യഥാർത്ഥ ആരാധനയുടെ വിവരണത്തിനൊടുവിൽ ഈശോ സമറിയക്കാരി സ്ത്രീക്ക് സ്വയം വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ തന്നെയാണ് വരാനിരിക്കുന്ന മിശിഹ എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ തന്നെ എന്ന് പറഞ്ഞ് മോശയ്ക്ക് സ്വയം വെളിപ്പെടുത്തിയ ദൈവത്തെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്.
യേശു നൽകുന്ന ഉത്തരം ആരാധനയുടെ സ്ഥലമല്ല, യഥാർത്ഥ ആരാധനയുടെ സ്വഭാവമാണ് വ്യക്തമാക്കുക. ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്നതാണ് യഥാർത്ഥ ആരാധന. റോമാലേഖനം 8:15 നമ്മൾ വായിക്കുന്നു, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം പിതാവേ, ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. പിതാവാണ് ആരാധനയുടെ വിഷയം. ത്രിത്വ കൂട്ടായ്മയിലാണ് ആരാധന നടക്കുക. യോഹന്നാൻ 2 തരത്തിൽ 2 വാക്കുകളെ ചേർത്ത് ഉപയോഗിക്കുന്ന ഒരു രീതി നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. സത്യത്തെയും അസത്യത്തെയും കുറിച്ച് പറയുന്നത്, അന്ധകാരത്തെയും പ്രകാശത്തെയും കുറിച്ച് പറയുന്നത്. ഇതൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ 1:5 8:44 ഒക്കെ കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒരേ അർത്ഥത്തിൽ 2 വാക്കുകൾ ഉപയോഗിക്കുന്ന രീതിയും യോഹന്നാനിൽ കാണുന്നുണ്ട്. അവയിലൊന്നാണ് ആത്മാവിലും സത്യത്തിലും എന്ന് പറയുക. ആത്മാവ് ഇവിടെ സത്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. യോഹന്നാന്റെ സുവിശേഷം 1:17 കൃപയും സത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ തന്നെ ക്രിസ്തുവിനൊപ്പം വന്ന രക്ഷാസമയത്തെയും ദൈവം മനുഷ്യരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്ന പുതിയ രീതിയെയും ദൈവബന്ധത്തെയും ഒക്കെ തന്നെയാണ് ഇത് സൂചിപ്പിക്കുക. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുകയും സത്തയിൽ തന്നെ സത്യമായിരിക്കുകയും ചെയ്യുന്ന യേശുവിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തെ ആരാധിക്കുക എന്നതാണ് യഥാർത്ഥ ആരാധന.